മുക്കത്തെ ബീവറേജസ് ഔട്ട്ലെറ്റിന് ലൈസൻസ് പുതുക്കി നൽകുന്നത് ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച് നഗരസഭാ ഓഫീസിലേക്ക് ചൊവ്വാഴ്ച മുസ്ലിം ലീഗ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിക്കുന്നു. മുസ്ലിം ലീഗ് നഗരസഭാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മാർച്ചെന്ന് ഭാരവാഹികൾ മുക്കത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുക്കം നഗരസഭാ ഭരണസമിതിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചാണ് നഗരസഭാ ഓഫീസിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ചൊവ്വാഴ്ച മാർച്ച് സംഘടിപ്പിക്കുന്നത്. 2025 ഓഗസ്റ്റ് മാസത്തിൽ മുക്കത്തെ ബീവറേജസ് ഔട്ട്ലെറ്റിൻ്റെ ലൈസൻസ് റദ്ദാക്കണമെന്ന് നഗരസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയിരുന്നു. എന്നാൽ 10 മാസങ്ങൾക്ക് ശേഷം അതേ ഔട്ട്ലെറ്റിന് ലൈസൻസ് നൽകാനുള്ള സാഹചര്യം എങ്ങനെ രൂപപ്പെട്ടുവെന്നത് പൊതുജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമാണെന്നും ഈ നിലപാട് മാറ്റത്തിന് പിന്നിലെ കാരണം ഭരണസമിതി വ്യക്തമാക്കണമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നഗരസഭ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. 3ാം ഗഡുവായി ലഭിക്കാനുള്ള 1.5 കോടിയിലധികം രൂപ ഇനിയും ലഭിച്ചിട്ടില്ല. SC വിഭാഗം ഉൾപ്പെടെ 35 ഗുണഭോക്താക്കൾക്ക് ഭവന പുനരുദ്ധാരണ ധനസഹായം ലഭിക്കാനുണ്ട്. കഴിഞ്ഞ വർഷത്തെ നികുതി ഇനത്തിൽ 1,18 ലക്ഷത്തിലധികം രൂപ പിരിച്ചെടുക്കാനുള്ളതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. 2025-2026 വർഷത്തെ പ്ലാൻ ഫണ്ട് 1,63 ലക്ഷം മാത്രമായിരുന്നു. അതിൽ 78 ലക്ഷം രൂപ സ്പിൽ ഓവറായി പദ്ധതികൾക്കായി നീക്കിവെക്കേണ്ടി വന്നതായും മുസ്ലിം ലീഗ് ആരോപിച്ചു. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞ തവണ പ്ലാൻ ഫണ്ട് അനുവദിക്കപ്പെട്ടു 2025-26 1,63 ലക്ഷം രൂപ, അതിൽ 78 ലക്ഷം രൂപ സ്പിൽ ഓവറാണ്. ഈ കണക്കാരെ നിങ്ങൾ ആലോചിച്ച് 1,63 ലക്ഷം രൂപ അനുവദിച്ച പ്ലാൻ ഫണ്ടിൽ നിന്ന് 78 ലക്ഷം രൂപ സ്പിൽ ഓവറാണ്. ആ സ്പിൽ ഓവറായി വന്നാൽ എന്താ സംഭവിക്കുക? ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ കൊണ്ടുവന്ന് കയറും. ഈ പ്രാവശ്യം പദ്ധതി കയറി ആ ഫണ്ട് ആർക്ക് പോയി? നഗരസഭയ്ക്ക് നഷ്ടമായി. ഇതൊക്കെ ഭരണപരാജയം അല്ലാതെ മറ്റെന്താ? എന്നിട്ട് ഗവൺമെന്റ് ഫണ്ട് തന്നിട്ട് എന്താ കാര്യം? ഈ കാര്യങ്ങളൊക്കെ വിവരാശ്, അതേപോലെ ഈ GPF ഫണ്ട് 2,81 ലക്ഷം രൂപ അനുവദിച്ചു. നമ്മൾ ചെലവാക്കിയതോ 2,30 ലക്ഷം രൂപ ചെലവാക്കിയത്. ബാക്കി പൈസ അവിടെ കിടക്കുക, ചെലവാക്കാതെ കിടക്കുക. 2.81 കോടിയിലധികം ലഭിക്കേണ്ട GPF ഫണ്ടിൽ ഏകദേശം 2.35 കോടി രൂപ മാത്രമാണ് ലഭിച്ചത്. ബാക്കി 47 ലക്ഷം രൂപ ഇനിയും ലഭിക്കാനുണ്ട്. ഇത്രയും സാമ്പത്തിക പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴും വർഷങ്ങളായി ഒരേ പദ്ധതികൾ ആവർത്തിച്ച് നടപ്പാക്കുകയാണ്. ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ ഭരണസമിതി പരാജയപ്പെട്ടിരിക്കുകയാണെന്നും ഇതിനിടയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നഗരസഭയുടെ ഫോട്ടോഗ്രാഫിക്കായി മാത്രം 2.5 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചതായും മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. അടിസ്ഥാന വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും ആവശ്യമായ ഫണ്ട് ലഭ്യമല്ലെന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇത്തരം ചെലവുകളുടെ മുൻഗണന എന്താണെന്ന് ഭരണസമിതി ജനങ്ങളോട് വിശദീകരിക്കണം. നഗരസഭയുടെ സാമ്പത്തിക സ്ഥിതിയും വികസന പ്രവർത്തനങ്ങളും സംബന്ധിച്ച് സമഗ്രമായ വിശദീകരണം നൽകുകയും ജനങ്ങളുടെ ആശങ്കകൾക്ക് മറുപടി നൽകുകയും ചെയ്യണമെന്നും മുസ്ലിം നേതാക്കൾ ആവശ്യപ്പെട്ടു. നഗരസഭയിലെ മുഴുവൻ മദ്യഷാപ്പുകളും അടച്ചുപൂട്ടണമെന്നതാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യമെന്നും ഇവർ പറഞ്ഞു. ഇപ്പോഴത്തെ നഗരസഭയുടെ ഭരണസമിതി ബീവറേജ് ഔട്ട്ലെറ്റിന് അത് പുതുക്കി കൊടുക്കാൻ തക്കതായ കാരണങ്ങളൊന്നുമില്ലാതെ തീരുമാനം എടുക്കുകയാണ്. അത് പുതുക്കി കൊടുക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യണം. അതിനെതിരെയാണ് മുസ്ലിം ലീഗ് നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് മുക്കത്തെ ഇത്തരത്തിൽ, കാരണം ഇപ്പൊ ഇത് പുതുക്കി കൊടുക്കാനുണ്ടായ പ്രത്യേക സാഹചര്യം എന്ന് പറയാൻ അവിടെ ഒന്നുമില്ല. അന്ന് CPM അടക്കമുള്ള അല്ലെങ്കിൽ എല്ലാ കക്ഷികളും അടക്കമുള്ള ആളുകൾ കണ്ടെത്തിയ അതേ സാഹചര്യം അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മുക്കത്ത് ബാർ ലോബികൾക്ക് അത്വാശ ചെയ്യുന്ന ആൾക്കാരാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ ചോദ്യം വന്നേക്കാം. ഈ പാർട്ടിക്ക് പറയാനുള്ളത്, ഈ പാർട്ടി ഗവൺമെന്റിനോട് ഔദ്യോഗികമായിട്ട് നഗരസഭയിലെ കൗൺസിലേഴ്സ് അടക്കം പാർട്ടി ആവശ്യപ്പെട്ടത് മുക്കത്ത് പ്രവർത്തിക്കുന്ന എല്ലാ മദ്യവിൽപ്പനശാലകളും അടച്ചുപൂട്ടുന്നു. അത് ഔദ്യോഗികമായിട്ട് ഗവൺമെന്റിലേക്ക് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുക്കത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗഫൂർ കല്ലൂരിട്ടി, AM അബൂബക്കർ, IP ഉമ്മർ, V അബ്ദുള്ളക്കുട്ടി, ഷെരീഫ് പെണ്ണക്കോട്, ഹനീഫ തെച്ചിയാട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.